സുപ്രീം കോടതിയും രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കുകയാണോ എന്ന വലിയ ചോദ്യമാണ് ആവർത്തിച്ച് പറയുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിലേക്ക് എപ്പോഴാണ് മലക്കം മറിഞ്ഞത് എന്ന് കൃത്യമായി കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ ചോദിക്കുകയാണ്. നമുക്കറിയാം, സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കപിൽ സിബൽ പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്ത് കോക്രോച്ച് എന്ന രീതിയിൽ ഉണ്ടായ പ്രക്ഷോഭം, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ ഉണ്ടായ പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദി ആരാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രാജ്യത്തെ തൊഴിൽ അഭ്യസ്തരായിട്ടുള്ള, ഈ രാജ്യത്തെ തൊഴിൽ ലഭിക്കാത്തവർക്ക്, അഭ്യസ്ത വിദ്യരായിട്ടുള്ളവരെ പരിഹസിക്കുമ്പോൾ അതിനുള്ള സാഹചര്യം എങ്ങനെ കൃത്യമായി വരുത്താം, ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ സൃഷ്ടിക്കാം എന്നതിന് പകരം രാജ്യത്തെ യുവാക്കളെ പരിഹസിക്കുന്നത് ഏത് രീതിയിലാണ് ഉചിതമായ നടപടിയായി മാറുന്നത് എന്ന് കപിൽ സിബൽ ചോദിക്കുന്നുണ്ട്. നോക്കൂ, രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളെ നഖശികാന്തം ഈ രാജ്യത്തുള്ള നിയമ സംഹിതകൾ ഉപയോഗിച്ച് തന്നെയാണ് പല തവണയായി ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. മുൻകാല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായിട്ടുള്ള ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആയിരുന്നാലും അതുപോലെ തന്നെ കൃത്യമായി നടപടികൾ ലവലേശം ഭയം പോലും ഇല്ലാതെ വളരെ സ്പഷ്ടമായി ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയ BR ഗവായി ആയിക്കോട്ടെ, അവരൊക്കെ എടുത്തിരിക്കുന്ന സമീപനം എന്തുകൊണ്ട് അതിന്റെ ഒരു തുടർച്ച ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിന് എടുക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചിലരുടെ ചട്ടുകമായി മാറുകയാണ്. അതിലൂടെ നീതി നിഷേധിക്കപ്പെടുന്നത് ഈ രാജ്യത്തെ അഭ്യസ്ത വിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ ഭാവിയാണ് എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ്. സുപ്രീം കോടതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് വഴി നിരവധി പേരുടെ മനോവ്യാധിയാണ് ഇപ്പോൾ തെരുവിലെ പ്രക്ഷോഭത്തിലൂടെ കാണുന്നത്. ആ പ്രക്ഷോഭം അണയുകയില്ല, അത് ഉമ്മിത്തി പോലെ ആളിക്കത്തും എന്നുള്ള പരാമർശം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇത് കോടതിക്കെതിരെയുള്ള ഒരു പരാമർശമായി, കോടതി നടപടികളെ ചോദ്യം ചെയ്യുന്ന രീതിയായി കാണുകയാണെങ്കിൽ അങ്ങനെ തന്നെ എന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. നോക്കൂ, ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ തന്നെ നോക്കൂത്തിയാക്കുന്നു. കസ്റ്റോഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം കോർട്ട്. ആ സുപ്രീം കോർട്ടിന്റെ ഉന്നത പദവി അലങ്കരിക്കുന്നവർ എങ്ങനെയാണ് ഈ രാജ്യത്തുള്ള ചെറുപ്പക്കാരെ പരിഹസിക്കാൻ കഴിയുക? ഇവിടെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഉത്തരം ലഭിക്കേണ്ടത്. എലക്ഷൻ ബാലറ്റ് വഴി, പേപ്പർ ബാലറ്റ് വഴി കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത മുൻ ചീഫ് ജസ്റ്റിസുമാർ പറയുമ്പോൾ ജ്ഞാനേഷ് കുമാറിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന് കപിൽ സിബൽ പറഞ്ഞാൽ എന്ത് തെറ്റാണ് ഉള്ളത്?